ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മോളുടെ 8ാമത്തെ പിറന്നാളാണ്. സംഭവം അവളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. ആള് ഇന്നലെ രാത്രി ഒരുപാട് പരാതിയൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങിയതാണ്. ഒരു ഗിഫ്റ്റ് എങ്കിലും ഉമ്മച്ചി വാങ്ങി കൊണ്ടുവന്നൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ക്യാഷ് ഇല്ലാഞ്ഞിട്ടാണ്, ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റാണ് മോളെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവള് കുറച്ചൊക്കെ സങ്കടപ്പെട്ട് കരഞ്ഞുറങ്ങി. ഉറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാനും ഹസ്ബൻഡും കൂടി പാക്ക് ചെയ്യുന്നത്. നല്ല ലേറ്റ് ആയിരുന്നതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക്. പിന്നെ അവളുടെ രാവിലെ മദ്രസക്ക് പറഞ്ഞയച്ച് വന്നതിന്റെ ശേഷം ഇതൊക്കെ കണ്ടപ്പോൾ ആള് ഭയങ്കര ഹാപ്പി. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇത്ര, അതായത് അവള് 7 വയസ്സ് വരെ സെലിബ്രേറ്റ് ചെയ്യപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്ക് നല്ല ഇതായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇത്രേ അവളുടെ സന്തോഷം മുഖത്ത് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം എന്നാന്നറിയോ? അവർക്ക് ഏറ്റവും ഇഷ്ടം ഒരുപാട് വർണ്ണക്കടലാസിലുള്ള കുറേ ഗിഫ്റ്റുകളാണ്. അത് എന്ത് കോഴ്സ്ലി ആണോ അല്ലേന്നൊന്നും അവർക്ക് ഇല്ല, അവർക്ക് കുറേ ഗിഫ്റ്റ് കിട്ടണം. അപ്പൊ ഞാൻ ഇപ്പോൾ സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റിലൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ ചെറിയ ബഡ്ജറ്റിൽ വലിയ സന്തോഷം കണ്ടെത്തിയതാണ്. അവൾക്കുള്ള ആ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സും മറ്റേ ആക്സസറീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവളുടെ ഒരു സന്തോഷം വേറെ ലെവലായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ ഒത്തിരി സന്തോഷമായിട്ടാ. കാരണം കുറെ ആയിട്ട് അവള് പറയുന്നുണ്ട് എന്നോട്, ഉമ്മ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ബാർബി ആയിട്ട് ഒരുങ്ങണം എന്നൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മളെ മീഷോയിൽ നിന്ന് എനിക്ക് ഒരു ബാർബി ഡ്രസ്സ് കിട്ടി. ചെറിയ ചീപ്പ് റേറ്റ് ആണ്, 200 സംതിങ് അങ്ങനെ എന്തോ വരുന്നേ ഉള്ളൂ. പക്ഷെ ആള് ഹാപ്പിയായി. അതിനുള്ള ആക്സസറീസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് പോയത്. അത് കിട്ടി, ഇത് ബർത്ത്ഡേന്റെ തലേന്നാണ് എനിക്ക് ആ ഡ്രസ്സ് കിട്ടിയത്. അപ്പോഴാണ് അതിന്റെ ലെങ്ത് കുറവാണെന്ന് ഞാൻ അറിഞ്ഞത്. അന്നേരം എനിക്ക് സ്റ്റോക്കിങ്സ് വാങ്ങാനും കഴിഞ്ഞില്ല. ഇവൾക്ക് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ മോൻ പ്രശ്നം ഉണ്ടാക്കും. അത് കാരണം അവനും ഞാൻ അതിൽ നിന്ന് തന്നെ ഒരു എന്താ പറയാ, അവന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ആയിട്ടുള്ള സ്പൈഡർമാന്റെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓനും ഹാപ്പി, ഓളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ പൊട്ടിച്ച് വെച്ച് അവരൊക്കെ ഭയങ്കര സന്തോഷം. അതായത് ഞാൻ വിചാരിക്കുന്ന ഇത്രയും കാലം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയില്ല എന്നൊക്കെ തോന്നിപ്പോയി. ഇത് വന്നിട്ട് അതിലേക്കുള്ള വള, അവൾക്ക് കൈ നിറച്ച് വളരണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവളെ ഇഷ്ടത്തിന് ഇപ്രാവശ്യം വിട്ടുകൊടുത്തതാണ്. അവളെ ഇഷ്ടപ്പെട്ട തീമും കാര്യങ്ങളും ഒക്കെയാണ്. അതിലുള്ള കഴുത്തുകളുള്ള ഓർണമെന്റ്സും തലയിലുള്ളതും ചെരുപ്പും. അവൾക്കൊരു കമ്മൽ ഞാൻ ഗോൾഡ് വാങ്ങിയിട്ടുണ്ട് ആസ്പദന്ന്. അത് മാത്രമേ ഉള്ളൂ എക്സ്പെൻസ് ആയിട്ട് ഇതിലുള്ള കൂടുതലായിട്ടുള്ള സംഭവം. ബാക്കിയൊക്കെ ചെറിയ 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 സംഭവങ്ങളാണ്. ചെറിയ എമൗണ്ടിന് നമ്മൾ തിരൂർന്ന് വാങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒക്കെ അവൾ ഉറങ്ങിക്കഴിഞ്ഞ് ഇവർ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പിന്നിട്ടതാണ്. പക്ഷെ എന്ത് വന്നാലും ഈ ബർത്ത്ഡേ ഒരിക്കലും അവരും മറക്കില്ല, ഞങ്ങളും മറക്കില്ല. ഭയങ്കര ഇഷ്ടമായി. കാരണം അവരുടെ സന്തോഷം കണ്ടപ്പോഴുണ്ടല്ലോ, എന്താ പറയാ, ഭയങ്കര സന്തോഷം. ഈ ഒരു ബാർബിത, ഈ ഒരു കുട്ടി ഒരുപാട് അയാൾ എന്നോട് ചോദിക്കുന്ന ഫ്രണ്ടുകളുടെ കയ്യിലൊക്കെ കാണുമ്പോൾ മിച്ചി വാങ്ങിത്തരുമോ ചോദിക്കുമ്പോൾ ഞാൻ പറയും, എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, ഞാൻ പിന്നെ വാങ്ങിത്തരാം. ഞാൻ ഇതിന് വേണ്ടി മാറ്റി വെച്ച് തന്നെ ആയിരുന്നു. ഇപ്പൊ കണ്ട അവരുടെ ഒരു സന്തോഷം കണ്ട, ആ കിടക്കുന്ന മനസ്സ് നിറഞ്ഞുള്ള ചിരി തന്നെയാണത് കണ്ട. ഇവനും ഉണ്ട് സന്തോഷവും, കാരണം അവനും ഉണ്ട് അതിലൊരു ഗിഫ്റ്റും കാര്യങ്ങളും. മക്കൾ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ വേറെ എന്താ വേണ്ടതല്ലേ? അവർ ആ ചിരിയും സന്തോഷം കാണുമ്പോഴേക്കും നമുക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കരച്ചില വരുന്നത്. കാരണം ഇതിൻ്റെ അത്ര വലിയ എമൗണ്ട് ഒന്നുമില്ല. ടോട്ടൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഒരു 1000-ന്റെ അടുത്തേ എത്തിയിട്ടുള്ളൂ എനിക്ക്. അപ്പോൾ ഇതാ ഞങ്ങൾ ബാർബിക്കുട്ടി ഒരുങ്ങി കഴിഞ്ഞു. ആള് ഒരു എന്താ പറയാ, ഓൺ ടൈം ഡാൻസറാണ്. ഒരു പാട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, ഏത് പാട്ടിട്ടാലും അതിനനുസരിച്ച് അവൾ ഡാൻസ് ചെയ്തോളൂ. അടിപൊളിയാണ് ആളെ, ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ഡ്രസ്സ് അവൾക്ക് നല്ല ഭംഗിയുണ്ട്. പക്ഷെ ലെങ്ത് കുറവായ കാരണം ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതായത് അവൾക്കല്ല, നമ്മളെ വീട്ടിലുള്ള കുറച്ച് മുതിർന്നവർക്കൊന്നും അത് അങ്ങനെ പറ്റില്ല. നമ്മൾ എത്ര മോഡേൺ ആണെന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും വേണ്ട. എനിക്കും വലിയ ഇതായി തോന്നിയില്ല. അത് അത്രയും ഷോർട്ടായിരുന്നു. അല്ലാണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ്. പക്ഷെ ഈ ഒരു ഡ്രസ്സ് ലെങ്ത് കുറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു പോലെ തോന്നി. അത് കാരണം പോണ വഴിയിൽ സ്റ്റോക്കിങ്സ് എടുക്കാമെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോകാൻ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു കൃഷിഭവനിൽ ഒരാൾ വന്ന് നമ്മളെ വീട്ടിലുള്ള ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അന്നേരം ഞങ്ങൾ എടുത്തൊരു റീലാണത്. റീല് ഇൻസ്റ്റയിൽ കയറി നോക്കിയാൽ കാണാം. ഇത് ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം ഞാൻ ഇവരുടെ കൂടെയുള്ള ഒരൊറ്റ വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. അപ്പൊ അതെ, മോൻ അവിടെ എന്തോ കലാപരിപാടിയിലാണ്. എൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ വെച്ചിട്ട് അതൊക്കെ അവന് എടുത്ത് നോക്കലാണ് അവൻ്റെ പണി.
ആള് ഏതായാലും സുന്ദരിയായിട്ടുണ്ട് എൻ്റെ മോള്. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പോയി വരുമ്പോൾ വാങ്ങിയുള്ള സ്റ്റോക്കിങ്സ് ആണത്. അതും കൂടെ ഇട്ടപ്പോൾ അടിപൊളിയായി. ഞങ്ങൾ നേരെ വന്നത് കലീസിലാണ്. കലീസ് റെസ്റ്റോറൻറ്റിലാണ് വന്നുള്ളത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് കലീസ് കിച്ചണിൽ ഭയങ്കര ഫുഡ്, അടിപൊളി ഫുഡാന്ന് പറഞ്ഞ്. ഓൾറെഡി ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റായ കാരണം അങ്ങനെ തിരിഞ്ഞ് ഒരുപാട് കലീസ് കിച്ചണ് തിരഞ്ഞു പോയപ്പോൾ അത് സൺഡേ ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കലീസ്ക്ക് വന്ന് അവളുടെ കുട്ടിക്ക് ടിഷ്യൂ ഒക്കെ വെച്ച് കൊടുത്ത് അതിന് ഫുഡൊക്കെ ഒരുക്കുന്ന പ്രിപ്പറേഷനിലാണ്. ഞാനൊക്കെ ഇവിടെ കൈ വിറച്ചിരിക്കുകയാണ് വിശന്നിട്ട്. ഇവൾക്കാണെങ്കിൽ മന്തി തീരെ ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ മന്തി ഇല്ലാതെ അല്ലെങ്കിൽ സൂഫി മന്തി പോയാൽ മതിയായിരുന്നു. ബിരിയാണിക്ക് വേണ്ടി ഇവിടെ വന്നാണ്. ഒരുപാട് ടൈം വെയിറ്റ് ചെയ്ത് അങ്ങനെ വിശപ്പ് സഹിക്കാനാവാഞ്ഞപ്പോഴാണ് ഞാൻ കാരണം നമുക്ക് എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യാറുണ്ട്. സൂപ്പ് ഓർഡർ ചെയ്തപ്പോൾ കിട്ടാനാണെങ്കിൽ അതിനേക്കാളും ടൈം. അങ്ങനെ അത് വെയിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് സൂപ്പ് കിട്ടിയത്. സൂപ്പ് വലിയ ടേസ്റ്റ് ഒന്നും കുഴപ്പമില്ല, ഒരു ആവറേജ് ആയിരുന്നു. ടേസ്റ്റ് ഉണ്ട് വെച്ചാൽ ഓക്കെ, കുഴപ്പമില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ വന്നിട്ട് പിന്നെ ബിരിയാണി എത്തി. അതിൻ്റെ തൊട്ടപ്പം തന്നെ ബിരിയാണി എത്തി. പക്ഷെ എനിക്കൊന്ന് പറയാലോ, ഈ ദിവസം എനിക്ക് അതൊക്കെ അഡീഷണൽ ആയിട്ട് എടുത്തത് അവരുടെ ഒരു സ്പെഷ്യൽ നമുക്കുള്ള ഒരു അൽഫാം ഉണ്ടായിരുന്നു, ഒരു ചീസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേര് കൂടെ കേട്ടപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആവും എന്നൊക്കെ വിചാരിച്ചെടുത്ത്. പക്ഷെ അത് നല്ല മധുരമാണ്. അതായത് നമുക്ക് ഫുഡൊക്കെ അത് ഓക്കെ ആയി തോന്നിയില്ല എനിക്ക്. അങ്ങനെ അതും വാങ്ങി. പക്ഷേ സത്യം പറയാനുള്ള ആ ദിവസം നല്ല രസം ഉണ്ടായിരുന്നെങ്കിലും ഫുഡ് എനിക്ക് തീരെ പറ്റിയില്ല. കാരണം ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവനിതാ ഈ സംഭവമൊക്കെ വാങ്ങിക്കൊടുത്ത്. ആ സംഭവം വാങ്ങിക്കൊടുക്കുമ്പോൾ അവൾക്ക് ഒരുപാട് ഗിഫ്റ്റ് വാങ്ങിയല്ലേ, കുട്ടികൾക്ക് ഒരെണ്ണം മുഴുവനും വാങ്ങിക്കൊടുക്കണം. അങ്ങനെ വാശിയായി കഴിഞ്ഞാൽ അതൊരു ദുർവാശിയായി പോലെ വെച്ചിട്ട് ഞാൻ മോളോട് പറഞ്ഞ് ഈ സംഭവം വീട്ടിൽ കൊണ്ടുപോയി അപ്പം കേട് വരുത്തുന്നത് എനിക്ക് ഉറപ്പാണ്, എന്തിനാ വെറുതെ ക്യാഷ് കൊടുത്തിടണം. ഓൾക്കും അത് വേണമെന്ന് വാശി പിടിച്ച്. അപ്പം ഞാൻ പറഞ്ഞു രണ്ടുപേർക്കും കൂടെ ഒന്ന് പറഞ്ഞു. അതിന് മറ്റാൾ കരഞ്ഞിരിക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത് കേട്ടോ. അത് വാങ്ങിക്കൊടുക്കാതെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ടൈമിൽ അവൾ എന്നോട് പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയോ? ഒരു ഗിഫ്റ്റ് പോലും മിച്ച് എനിക്ക് വാങ്ങിത്തരൂല, അവന് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ അവൾക്കുള്ള ഗിഫ്റ്റാണ് ഈ കാണുന്ന മുഴുവനും. ഞങ്ങൾ അന്ന് രാത്രി ഇരുന്ന് പാക്ക് ചെയ്യുന്ന വീഡിയോസാണ്, ഹസ്ബൻഡാണ് വീഡിയോ എടുക്കുന്നത്. ഇത്രയേറെ ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് ആ ഒരു ചെറിയൊരു ടോയ് വാങ്ങിക്കൊടുക്കാത്തതിന് ഇത്ര കുറുമ്പ് കാണിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ കുറുമ്പിനൊന്നും ഞാൻ നിന്ന് കൊടുക്കാറില്ല. അങ്ങനെ നിന്ന് കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരുപോലെ ഒന്നാവില്ല. ചിലപ്പോൾ നമുക്ക് അത് വാങ്ങാൻ പോലും ക്യാഷ് ഇല്ലാത്തൊരു ടൈം വരുമ്പോൾ കുട്ടികൾക്ക് അറിയില്ലല്ലോ, അവരതിന് വേണ്ടി വാശി പിടിക്കും. അത് ഞമ്മക്കും സങ്കടമാണ്. അപ്പോൾ കുറച്ചൊക്കെ അവർക്ക് എന്താണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് എല്ലതും ഇങ്ങനെ അവർക്ക് അവൈലബിൾ ആവും, അവർ കരഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു തോന്നലില്ലാണ്ടിരിക്കാൻ ചിലതൊന്നും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. ഇത്രയേറെ ഗിഫ്റ്റ് ഉണ്ട് അവൾക്ക്, എന്നിട്ടാണ് അവൾ പറയുന്നത് എനിക്ക് ഒരു ഗിഫ്റ്റ് പോലും വാങ്ങി തന്നില്ലല്ലോ. ഏതായാലും ഇന്നത്തെ ദിവസം നല്ല കളറായി, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് വന്ന് കമന്റ് ചെയ്യ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.